നമ്മളിന്ന് ടേസ്റ്റി നിബിൾസിൻ്റെ റെഡിമെയ്ഡ് സദ്യയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ടിട്ട് വരാം. ടേസ്റ്റി നിബിൾസിലെ കുത്തരിച്ചോറാണ്. നമുക്ക് വെള്ളരിച്ചോറ് വേണമെങ്കിൽ അത് വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാം. ഇത് 3 രീതിയിൽ ചൂടാക്കാം. നമുക്ക് വെള്ളം തിളപ്പിച്ചിട്ട് ആ പാക്കറ്റ് അതിലേക്ക് ഇട്ട് ചൂടാക്കാം, അല്ലെങ്കിൽ മൈക്രോവേവ് ഓവനിലെ പാക്കറ്റ് ഇട്ട് ചൂടാക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇതിൽ കണ്ടൻറ്റ് വേറൊരു ഫ്രൈ പാനിലിട്ടും ചൂടാക്കാം. അപ്പോൾ നമ്മൾ ആദ്യം വെള്ളം തിളപ്പിച്ചിട്ട് പാക്കറ്റൊക്കെ ഒരു 5 മിനിറ്റ് നേരം വെള്ളത്തേക്ക് മുക്കി വെച്ചിട്ട് എടുക്കാം. ഈ കാളൻ, കൂട്ടുകറി, അവിയൽ, ക്യാബേജ് തോരൻ എല്ലാം ഇങ്ങനെ നമുക്ക് പാക്കറ്റ് വെള്ളത്തിലിട്ട് വേണം ചൂടാക്കി എടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായി പാക്കറ്റ് എടുത്ത് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് ഒരു 5 മിനിറ്റ് വെച്ചിട്ട് മാറ്റി വയ്ക്കും. പാലട പായസം ബാക്കി എല്ലാ പാലട പായസം മിക്സ് പോലെ തന്നെ പാൽ തിളപ്പിച്ചിട്ട് നമ്മൾ അതിലേക്ക് ഇട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. അതുപോലെ തന്നെ കടും പായസം ഉണ്ടായിരുന്നു, അത് കുറച്ച് വെള്ളത്തിലേക്ക് നമുക്ക് ആ മിക്സ് ഇട്ട് ഒന്ന് അലിയിച്ച് എടുക്കാം. അലിയിച്ച് കഴിഞ്ഞാൽ ശർക്കര പാനി എല്ലാം അലിഞ്ഞൊന്ന് കുറുകി വരും. അപ്പോൾ നമ്മൾ ചൂടാക്കി വെച്ച സാധനങ്ങളെല്ലാം നമുക്ക് ഓരോ പാത്രത്തിലേക്ക് മാറ്റാം. ഏകദേശം 2 വർഷം വരെ ടേസ്റ്റി നിബിൾസിൻ്റെ ഫുഡ് പ്രോഡക്റ്റ്സ് എല്ലാം നല്ല ടേസ്റ്റി ആയിട്ട് നിൽക്കുന്നതാണ് അവർ അവകാശപ്പെടുന്നത്. പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാത്ത ജാപ്പനീസ് റിട്ടോർട്ട് ടെക്നോളജി പാക്കിംഗ് കാരണമാണ് ഇതൊന്നും കേടാവും നിൽക്കുന്നതാണ് അവർ അവകാശപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ സദ്യക്കുള്ള സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഉപ്പേരി, ശർക്കര വരട്ടി, പായസം, അവിയൽ, സാമ്പാർ, കൂട്ടുകറി, കാളൻ, ക്യാബേജ് തോരൻ, അങ്ങനെ എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇലയിട്ടൊന്ന് വിളമ്പാം. പാൽപ്പായസവും കറികൾക്കൊക്കെ നല്ല നാടൻ ടേസ്റ്റായിരുന്നു. എല്ലാ കറികളും നല്ലതായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ബാച്ചിലേഴ്സിനും അതുപോലെ തന്നെ പെട്ടെന്നൊരു സദ്യ ഒരുക്കാനൊക്കെ നമുക്ക് വീട്ടിൽ സാധനങ്ങളൊക്കെ കുറവാണെങ്കിലോ അല്ലെങ്കിൽ ആൾക്കാർ കുറവാണെങ്കിലും നമുക്ക് പെട്ടെന്ന് റെഡിമെയ്ഡായിട്ട് വാങ്ങിച്ച് ചെയ്യാൻ പറ്റിയ ഒന്നായിരിക്കും ടേസ്റ്റി നിബിൾസിൻ്റെ ഈ സദ്യ പാക്കേജ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. താങ്ക് യു.